നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിന് മുകളിൽ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാക്കുന്നത്. ഇതിനോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് കർണാടക തീരത്തും ഇന്നും 31 സെപ്റ്റംബർ 1 തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 26 നായ്ക്കളോടൊപ്പം 10 വയസ്സുള്ള മകനെയും വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നയാളെ ഇന്നലെയും കണ്ടെത്താനായില്ല. ബാലനെ അമ്മൂമ്മയെത്തി ചേർത്തലയിലെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞായറാഴ്ച വൈകിട്ട് മുങ്ങിയ പിതാവ് സുധീഷ് താൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ഇന്നലെ മകനെ ഫോണിൽ വിളിച്ചെങ്കിലും എവിടെയാണെന്ന് വെളിപ്പെടുത്തിയില്ല. സുധീഷിന്റെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് കുട്ടിയെ ചേർത്തലയിലേക്ക് മാറ്റിയത്. സംഭവത്തിൽ പരാതിയില്ലെന്ന് അവർ അറിയിച്ചതിനാൽ കേസെടുത്തിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. 30,000 മുതൽ 50,000 രൂപ വരെ വിലയുള്ളതാണ് നായ്ക്കൾ. ഇവയെ ബ്രീഡിംഗ് നടത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതായിരുന്നു സുധീഷിന്റെ വരുമാന മാർഗം. നായ്ക്കളെ കൂട്ടമായി വളർത്തുന്നതിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു. ഉടൻ വീടൊഴിയാനും ആവശ്യപ്പെട്ടു. നായ്ക്കളെ നീക്കാൻ തൃപ്പൂണിത്തുറ നഗരസഭയും നോട്ടീസ് നൽകി. പകരം വീട് കിട്ടാതായതോടെ സുധീഷ് വീട് വിട്ടിറങ്ങുകയായിരുന്നു. അച്ഛനെ കാണാതെ വലഞ്ഞ കുട്ടി ഫോണിൽ അമ്മയെ വിവരം അറിയിച്ചു. അമ്മ അറിയിച്ചത് പ്രകാരമാണ് ബുധനാഴ്ച പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഭക്ഷണവും വെള്ളവും കിട്ടാതെ പട്ടിണിയിലായി നായ്ക്കളും വലഞ്ഞിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റവരിയായി കടത്തിവിടാൻ തീരുമാനം. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതാണ് തീരുമാനം. മഴ ശക്തമായി പെയ്യുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതം അനുവദിക്കില്ലെന്നും മഴ കുറയുന്ന സമയത്ത് മാത്രമേ ഓൺലൈനായി വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂവെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. റോഡിന്റെ താമരശ്ശേരി, വയനാട് ഭാഗങ്ങളിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ വരുത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ജാഗ്രതയോടെയും വേഗത കുറച്ചും സഞ്ചരിക്കണം. ഇതുവഴിയുള്ള അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിച്ചു. കണ്ണൂരിൽ ദമ്പതികളെ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അലവിൽ സ്വദേശികളായ പ്രേംരാജൻ, ഭാര്യ AK ശ്രീലേഖ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേംരാജൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ബഹ്റൈനിലായിരുന്ന മകൻ ഷിബിൻ പ്രേംരാജ് കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസം തന്നെയാണ് വയോധിക ദമ്പതിമാരെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ കണ്ണനിവാസിൽ സരോഷ് വൈകിട്ട് 5 മണിയോടെ പ്രേംരാജിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെയും മൂത്ത മകൻ പ്രബിത് പ്രേംരാജൻ അടുത്തിടെയാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. സംസ്ഥാന മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരി പുത്രിയാണ് ശ്രീലേഖ. ഓണാഘോഷത്തിനിടെ മാരവാനിയസ് കോളേജ് വിദ്യാർത്ഥിയെ പോലീസുകാർ മുണ്ടുടിപ്പിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഓണാഘോഷത്തിന്റെ ഭാഗമായി മുണ്ടുടുത്തെത്തിയ വിദ്യാർത്ഥി അത് നേരെയാക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോഴാണ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന മണ്ണന്തല സ്റ്റേഷനിലെ പോലീസുകാർ അവിടെ എത്തിയത്. ജീപ്പ് നിർത്തി ഇറങ്ങിയ 2 പോലീസുകാർ വിദ്യാർത്ഥിയെ ശരിയായി മുണ്ടുടിപ്പിച്ചു. കര നേരെയാക്കി മുണ്ടുടിപ്പിച്ചതിന് പോലീസുകാർക്ക് വിദ്യാർത്ഥി നന്ദിയും പറഞ്ഞു. സ്വകാര്യ ബസ് മറിഞ്ഞ് തൃശൂരിലെ ഗതാഗതം സ്തംഭിച്ചു. മരത്തിലും കാറിലും ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന 10 പേർക്ക് പരിക്കേറ്റു. നടു റോഡിന് കുറുകെയാണ് ബസ് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം സ്തംഭിച്ചിരുന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ സർവീസ് നടത്തുന്ന ജീസസ് ബസ്സാണ് മറിഞ്ഞത്. ധർമ്മസ്ഥലയിൽ മുൻ ശുചീകരണ തൊഴിലാളിയെന്ന് അവകാശപ്പെട്ട് വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയ CN ചിന്നയ്യക്കെതിരെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ആദ്യം ക്രൈം നമ്പർ 39/25 പ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഇപ്പോൾ നിരവധി പുതിയ കുറ്റങ്ങൾ ചുമത്തി വികസിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും BNS സെക്ഷൻ 336 തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് പരിഭ്രാന്തി പരത്തൽ, 230 പൊതുജന പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കൽ, 231 ജുഡീഷ്യൽ ജോലി തടസ്സപ്പെടുത്തൽ, 229 കള്ളസാക്ഷ്യം, 227 പൊതുസമാധാനം തകർക്കൽ, 228 കോടതിയലക്ഷ്യം, 240 തെറ്റായ അവകാശവാദങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടൽ, 236 ഗൂഢാലോചന, 233 പൊതുജനങ്ങളെ തെറ്റായി പ്രേരിപ്പിക്കൽ, 248 തെറ്റായ പരാതി ഫയൽ ചെയ്യൽ, സമയം പാഴാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചിന്നയ്യ ഇപ്പോൾ വിചാരണ നേരിടുന്നത് എന്ന് കന്നഡ മാധ്യമങ്ങൾ പറയുന്നു. കൂടാതെ ഇയാൾ 2 ലക്ഷം രൂപ
കൈപ്പറ്റിയെന്നും കന്നഡ മാധ്യമങ്ങൾ പറയുന്നു. എന്നാൽ ആരാണ് നൽകിയതെന്ന് വ്യക്തമല്ല. ധർമ്മസ്ഥല ക്ഷേത്ര നഗരിയെ നശിപ്പിക്കാനെത്തിയ ഗൂഢാലോചനക്കാർക്ക് വീണ്ടും തിരിച്ചടി നൽകി സൗജന്യ എന്ന പെൺകുട്ടിയുടെ കുടുംബം ബെൽത്തങ്ങിടി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. സൗജന്യയുടെ അമ്മയായ കുസുമാവതി ഉൾപ്പെടെയുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ബെൽത്തങ്ങടിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ധർമ്മസ്ഥല കള്ളപ്പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയുടെ സ്റ്റേജിൽ പ്രധാനമന്ത്രി മോദിയെ നീ എന്ന് വിളിച്ച അധിക്ഷേപം. മോദിയുടെ അമ്മയെയും അധിക്ഷേപിച്ച പ്രസംഗം. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. വോട്ട് അധികാർ യാത്രയുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് മുഖം തിരിച്ചറിയാൻ കഴിയാത്ത ചിലർ ഹിന്ദിയിലാണ് പ്രധാനമന്ത്രി മോദിയെയും അമ്മയും ചീത്ത വിളിക്കുന്നത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും പ്രിയങ്കയും ചേർന്ന് ബുധനാഴ്ച ബുള്ളറ്റിൽ കയറി യാത്ര തുടങ്ങിയ ബീഹാറിലെ ദർഭംഗയിലെ സ്റ്റേജിലാണ് മോദിയെയും അമ്മയും അധിക്ഷേപിച്ചത്. ഇത് ആരാണ് വിളിച്ചതെന്നറിയില്ല. 6 പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ മുന്നണിയിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം സ്റ്റേജിലുണ്ടായിരുന്നു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ബീഹാറിലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു. രാഹുൽ ഗാന്ധിക്ക് സാഡിസ്റ്റിന്റെ മനസ്സായി കഴിഞ്ഞു. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന യുവ നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നുവെന്ന് BJP MP സംബിത് പത്ര വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചു. 75 വയസ്സിന് മുകളിലുള്ള ഒരാളെ സ്ഥാനമൊഴിയാൻ നിർബന്ധിക്കുന്ന ഒരു നിയമവും RSSൽ ഇല്ലെന്ന് RSS മേധാവി മോഹൻ ഭഗവത്. നേരത്തെ 75 വയസ്സുള്ളപ്പോൾ വിരമിക്കുന്നതിനെക്കുറിച്ച് മോഹൻ ഭഗവത് സംസാരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ആവേശഭരിതരായിരുന്നു. എന്നാൽ RSSന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിൽ താൻ വിരമിക്കുമെന്നോ മറ്റാരെങ്കിലും വിരമിക്കണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. RSSന്റെ വോളണ്ടിയർമാർക്ക് പ്രായം കണക്കിലെടുക്കാതെ സംഘം പറയുന്നത് എന്തും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള US സന്ദർശനം റദ്ദാക്കി ജപ്പാന്റെ വ്യാപാര പ്രതിനിധി റിയോസെയ് അക്കാസാവ. അവസാന നിമിഷമാണ് അദ്ദേഹം യാത്ര റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം നടക്കാനിരിക്കവെയാണ് യാത്ര റദ്ദാക്കിയത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം $550 ബില്യൺ നിക്ഷേപ പാക്കേജുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നതിനായി അക്കാസാവ വ്യാഴാഴ്ച US സന്ദർശിക്കാനിരിക്കുകയായിരുന്നു. ഈ ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുട്നിക്കും അറിയിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ സന്ദർശനം ഒഴിവാക്കുകയായിരുന്നു. മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് USന് മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണിയുമായി മുന്നോട്ടു പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു എതിരാളിയാണ് നേരിടേണ്ടി വരിക എന്ന് റിച്ച് വോഫ് പറഞ്ഞു. ട്രംപിനെ പരിഹസിച്ച് അമേരിക്കൻ പത്രപ്രവർത്തകർ. ട്രംപിന്റെ പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് വന്ന് പെട്ടെന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്കുമേൽ 50% താരിഫ് ഏർപ്പെടുത്തിയെന്ന്. സമൂസയും തിന്നിരിക്കുന്ന ഇന്ത്യക്കാരോടോ ഭീഷണി. അവർ 200 വർഷത്തെ ബ്രിട്ടീഷ് ഭരണം അതിജീവിച്ചവരാണ് എന്ന മറുപടി നൽകും. അമേരിക്കയുടെ താരിഫിനെ ഇന്ത്യ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഗോൾഫ് യാത്രയുടെ ചെലവേ ഇന്ത്യ ചന്ദ്രനിലേക്ക് അയക്കുന്ന റോക്കറ്റുകൾക്കുള്ളൂ എന്നും പത്രപ്രവർത്തകൻ പറയുന്നു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 1 ദശാബ്ദത്തിനിടെ രാജ്യം കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉക്രൈനിയൻ നാവികസേനയുടെ രഹസ്യാന്വേഷണ കപ്പലായ സിംഫെറോപോൾ നാവിക ഡ്രോൺ ആക്രമണത്തിൽ ഇടിച്ചു മുങ്ങിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. റേഡിയോ, ഇലക്ട്രോണിക് റഡാർ, ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗുണ ക്ലാസ് ഇടത്തരം കപ്പൽ ഉക്രൈനിലെ ഒഡേസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാന്യൂബ് നദിയുടെ ഡെൽറ്റയിലാണ് തകർന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞതായി റിപ്പോർട്ട്. കുഞ്ഞിന് ജന്മം നൽകി 2 മാസത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്ത ദുബായ് രാജകുമാരി ഷെയ്ഖ് മെഹ്റ മൊറോക്കൻ അമേരിക്കൻ റാപ്പർ ഫ്രഞ്ച് മൊണ്ടാനയുമായി ഔദ്യോഗികമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതായി സ്ഥിരീകരിച്ചു. 2025 ജൂണിൽ പാരീസ് ഫാഷൻ വീക്കിൽ വെച്ചാണ് ദമ്പതികൾ തങ്ങളുടെ ബന്ധം ഔദ്യോഗികമാക്കിയതെന്ന് മൊണ്ടാനയുടെ വക്താവ് വെളിപ്പെടുത്തി. ദുബായ് ഭരണാധികാരിയും UAE പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകളാണ് മെഹ്റ. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.